ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എനർജി നോക്കുന്നുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി സമയം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എനർജി എന്തായിരിക്കുമെന്ന്. റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എനർജി. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. കുറച്ചുകൂടി കാർഡ്സ് നോക്കാം. നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ നോക്കട്ടെ. ഫ്യൂച്ചർ എനർജി. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും കേട്ടോ, കാരണം പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. നമുക്ക് കാർഡ്സ് എല്ലാം കാണാമെന്ന് കരുതുന്നു. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. നമുക്ക് ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് 7 ഓഫ് സോർഡ്സ് ആണ്. അപ്പം ഇവിടെ ഒരു ചീറ്റിങ് നടന്നതായിട്ട് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്പ്രെഡ് വായിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ സ്റ്റോറി പറയുകയാണെങ്കിൽ, തുടക്ക സമയത്ത് നിങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടായിരിക്കും നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഒട്ടും സന്തോഷകരമല്ലാത്ത ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോയത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് ഇമോഷണലി കണക്റ്റ് ആയിരുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ഹൈഡ് ചെയ്തിരുന്നു. അതാണ് മൂൺ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളോട് ഈ ഒരു വ്യക്തി ഒന്നും തുറന്നു പറഞ്ഞിരുന്നില്ല. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിരിക്കാം. ഒരുപാട് രഹസ്യങ്ങൾ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പം ഇതെല്ലാം ഞാൻ പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു. നിങ്ങളോട് പല കാര്യങ്ങളും ഈ വ്യക്തിക്ക് ഒളിപ്പിക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ ഭയന്നിരുന്നു. പല കാര്യങ്ങളും മറയ്ക്കുന്നുവെന്ന തോന്നൽ നിങ്ങൾക്ക് പലപ്പോഴായി തോന്നിയിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങൾ ചോദ്യം ചെയ്തിട്ടും ഉണ്ടായിരിക്കാം. അപ്പം എന്തായാലും ബോട്ടം ഓഫ് ദി ഡെക്ക് 7 ഓഫ് സോർഡ്സ് നമുക്ക് കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാനായിട്ട് കഴിയും, ഈ ഒരു വ്യക്തി നിങ്ങളെ അറിഞ്ഞുകൊണ്ട് വഞ്ചിച്ച ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. മറ്റൊരാളോട് ഈ ഒരു വ്യക്തിക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. അതായത് സത്യങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചു. അതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പാസ്റ്റിൽ നിങ്ങളുടെ വ്യക്തി മറ്റൊരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയിട്ടുണ്ടായിരിക്കാം. അതാണ് സെക്കൻഡ് കാർഡ് സൂചിപ്പിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാർഡ് നിങ്ങളുടെ എനർജിയാണ്.
നിങ്ങൾ ഈ വ്യക്തിയെ അന്ധമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതായിട്ടാണ് ഇവിടെ കാണുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ വ്യക്തിക്ക് ചെയ്തു കൊടുത്തു. എന്തിനും സപ്പോർട്ടായിട്ട് കൂടെ നിന്നു. നിങ്ങൾ നൽകിയത് ശുദ്ധമായ ഒരു സ്നേഹമാണ്, മനസ്സിൽ യാതൊരു കളങ്കവുമില്ലാത്ത സ്നേഹം. പക്ഷെ ആ ഒരു സ്നേഹത്തെയാണ് ഈ ഒരു വ്യക്തി ചൂഷണം ചെയ്തത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയ സാഹചര്യത്തിൽ നിങ്ങൾ ഒരുപാട് തളർന്നു പോയ ഒരു സാഹചര്യം ഇവിടെ കാണുന്നു. പക്ഷെ ആ ഒരു സാഹചര്യത്തിലും നിങ്ങൾ പതറാതെ പിടിച്ചു നിന്നതായിട്ടും എനിക്കിവിടെ കാണാൻ കഴിയുന്നു. അതാണ് 4ാമത്തെ കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് വളരെയധികം മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ചു. ഒരു വ്യക്തി എത്രയൊക്കെ അനുഭവിക്കാമോ അത്രയൊക്കെ ആ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ നിങ്ങൾ മുന്നോട്ട് പോയി. പക്ഷെ എന്നിട്ടും നിങ്ങൾ പ്രതീക്ഷ കൈവിടാതെ പിടിച്ചു നിന്നു. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ പോലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെ ഉപദേശിച്ചിട്ടുണ്ടായിരിക്കാം, മതിയാക്ക്, ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നീ കാത്തു നിൽക്കുന്നത്, നിങ്ങളെ വേണ്ടാത്ത ഒരാളെ നിനക്കെന്തിനാ എന്നൊക്കെ പലരും നിങ്ങളെ ഉപദേശിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഒരിക്കൽ അവർ നിങ്ങളെ തിരിഞ്ഞു നോക്കുമെന്ന പ്രതീക്ഷയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ വന്ന തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഇവിടെ ഒരു സിംഗിൾ എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. അവർ ഒറ്റയ്ക്കാണ്. ഒന്നുകിൽ ഈ ഒരു വ്യക്തിയുടെ പാസ്റ്റ് പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്ന, അതായത് മറ്റാരും സപ്പോർട്ടില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ എനർജി പറയുകയാണെങ്കിൽ ദി എംപറർ എന്നുള്ളൊരു കാർഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങളുടെ വ്യക്തി എന്ത് തെറ്റ് ചെയ്താലും, ഇനി നിങ്ങൾ തെളിവുകൾ കൊണ്ട് നിരത്തിയെന്ന് പറഞ്ഞാലും അവർ അത് സമ്മതിച്ചു തരുന്ന കൂട്ടത്തിലല്ല. പക്ഷെ നിങ്ങൾ വളരെ ഇമോഷണലി സോഫ്റ്റ് ആയിരിക്കാം. പക്ഷെ ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അനുസരിച്ച് വളരെയധികം കൺട്രോളിംഗ് ആയിട്ടുള്ള വ്യക്തിയാണ്, തന്നിഷ്ടക്കാരനായ വ്യക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വ്യക്തിയോട് പലപ്പോഴായി ആ ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോഴും നിങ്ങളോട് ഈ ഒരു വ്യക്തി ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അവസാനം ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു, എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു, എനിക്കൊന്നും നേടാനായില്ല എന്നത്. ഇനി നമുക്ക് പ്രസൻറ്റ് എനർജി നമുക്ക് നോക്കാം. പ്രസൻറ്റ് എനർജി നോക്കുന്ന സമയത്ത് ഇതാണ് പ്രസൻറ്റ് എനർജി. നിങ്ങളുടെ പ്രസൻറ്റ് എനർജി നോക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കാണ്. ആരും സപ്പോർട്ടില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങൾ വളരെയധികം സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നു. മനസ്സിൽ ഒരുപാട് ദുഃഖം, മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ. എങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ട്രെസ് എല്ലാം നിങ്ങൾക്ക് എവിടെയും ഇറക്കി വെക്കാനും കഴിയുന്നുണ്ടാവില്ല. വളരെയധികം ഭാരം ചുമന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഒരു കോമ്പറ്റീഷൻ എനർജിയാണ് എനിക്കിവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും ഒരു കോംപ്രമൈസിലേക്ക് എത്തുന്നില്ലായിരിക്കാം ഈ ഒരു സമയം. കാരണം നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരുപാട് അനുഭവങ്ങൾ നേരിട്ടതുകൊണ്ട് തന്നെ നിങ്ങളും വിട്ടുകൊടുക്കുന്നുണ്ടാവില്ല. എന്നാൽ നിങ്ങൾ ഭാവിയിൽ എന്ത് നടക്കുമെന്ന് കാത്തിരിക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ വ്യക്തി തിരികെ വരുമോ എന്നുള്ള ഒരു അവസാന പ്രതീക്ഷയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളെ വേദനിപ്പിച്ച് കടന്നു കളഞ്ഞ വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടാകും, നിങ്ങളായിട്ടൊരു കോംപ്രമൈസിന് പോകില്ലെന്നുള്ളത്. ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടാവാം. ഇനി നമുക്ക് ഫ്യൂച്ചർ എനർജി നോക്കാം. ഇത് പ്രസൻറ്റ് എനർജി ആയിരുന്നു. അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരു കോംപ്രമൈസിലേക്ക് എത്താത്ത ഒരവസ്ഥ എന്നുള്ളതാണ് കാണുന്നത്. ഇനി നമുക്ക് ഫ്യൂച്ചർ എനർജി നോക്കാം. വളരെ ശക്തമായ എനർജിയും മാറ്റങ്ങളുമാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജിയിൽ എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് എത്തുന്നതാണ്. നിങ്ങളായിരുന്നു ശരി എന്ന് മനസ്സിലാക്കി വളരെയധികം ലക്ഷ്യബോധത്തോടുകൂടി നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. കാലചക്രം തിരിയും, നിങ്ങൾക്ക് അനുകൂലമാവും. നിങ്ങളുടെ ഇപ്പോഴത്തെ വേദനകൾ ഭാവിയിൽ സന്തോഷിക്കാനുള്ള ഒരു അവസരം ഈ ഒരു പ്രപഞ്ചം ഒരുക്കുന്നതാണ്. പുതിയ തുടക്കത്തിലേക്കുള്ള വാതിൽ നിങ്ങൾക്കായി തുറക്കുന്നതാണ്. ഇവിടെ വന്നിരിക്കുന്ന ഫ്യൂച്ചർ കാർഡ്സ് സൂചിപ്പിക്കുന്നത് ഫ്യൂച്ചറിൽ അപ്രതീക്ഷിതമായ മാറ്റം സംഭവിക്കും എന്നുള്ളതാണ്.
നിങ്ങളുടെ ഇടയിലെ തടസ്സങ്ങൾ പടിപടിയായി മാറുകയും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരികയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ ബന്ധം ഒരു സ്റ്റേബിൾ കണക്ഷനിലേക്ക് മാറുന്നതാണ്. ഇനി ആ ഒരു വ്യക്തി തിരികെ വന്നു കഴിഞ്ഞാൽ ഇനി പഴയതുപോലെയല്ല, നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ്. വളരെയധികം കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടായിരിക്കും ഇനിയും വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക, യൂണിവേഴ്സിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. അപ്പം എന്തായാലും നിങ്ങൾ കാത്തിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഒരു അർത്ഥമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഹോപ്പുണ്ട്. ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ തിരികെ വരുന്നതാണ്. അതുപോലെ തന്നെ ഒരു സ്റ്റേബിൾ കണക്ഷനിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറുന്നതുമാണ്. വളരെയധികം കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടായിരിക്കും ഇനിയും സ്റ്റാർട്ട് ആവുന്നത്, തെറ്റുകളെല്ലാം മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജ് നോക്കാം. എന്താണ് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളത് നോക്കാം. 6 ഓഫ് കപ്സ് ആണ് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത്. ഹാങ്ഡ് മാൻ, Six of Wands, Page of Cups, Nine of Wands. ഇനി യൂണിവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരാനുള്ളതെന്നും കൂടി നോക്കാം. ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്ന 3 ഓഫ് കപ്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജാണ് ഞാൻ ആദ്യമേ പറയുന്നത്. ഞാൻ ഇനി ഓർക്കുന്നു, നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്ന സമയങ്ങളിൽ ഞാൻ കഴിയുകയാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ എനിക്ക് സമയം വേണം. ഞാൻ പുതിയ ഒരാളായി മാറാൻ ഒരുങ്ങുകയാണ്. ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ എനിക്ക് നിൻ്റെ അടുത്തേക്ക് വരാനായി കഴിയുകയില്ല. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. ഇനി റിലേഷൻഷിപ്പ് ഗൈഡൻസ് നോക്കാം. നിങ്ങളുടെ ബന്ധം നിലവിൽ തകർന്നു പോയൊരു സിറ്റുവേഷനാണ് കാണുന്നത്. വളരെയധികം സ്പിരിച്വലായിട്ടുള്ള ഒരു കണക്ഷനായിരുന്നു നിങ്ങളുടേത്. ഇതൊരു സോൾമേറ്റ് കണക്ഷനായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു ബന്ധം വിട്ടുപോകാൻ കഴിയുന്നില്ലായിരിക്കാം. നിങ്ങൾക്ക് ഭയമുണ്ട് ആ ഒരു വ്യക്തിയെ നഷ്ടമാകുമോ എന്നുള്ളത്. നിങ്ങളുടെ മനസ്സിൻ്റെ കൺഫ്യൂഷൻ മാറ്റേണ്ട ഒരു സമയമാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒരു മിറാക്കിൾ സംഭവിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിൻ്റെ കൺഫ്യൂഷൻ എല്ലാം മാറ്റി നിങ്ങളുടെ വേദനകളെല്ലാം തന്നെ നിങ്ങൾ ഹീല് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ സോളിനെ നിങ്ങൾ റെജുവിനേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഹീലാകുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേണ്ടപ്പെട്ടവരുടെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാവുന്നതാണ്. അതുവഴി നിങ്ങൾക്കൊരു ഹീലിംഗ് കിട്ടുന്നതാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ചിന്തകൾ വന്ന് നിങ്ങളെ കുത്തി നോവിക്കുന്നത്. നിങ്ങൾ അതിന് പകരം സന്തോഷമുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ കൂടെയോ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുവഴി നിങ്ങൾക്കൊരു ഹീലിംഗ് കിട്ടുന്നതാണ്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീഡിംഗ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്.